Welcome to our 25th lecture on Class 12 Physics, Unit 4, Chapter 7, Alternating Current. Alternating Current ESC, Class 12 Physics for HSC, ISC and CBC students. We start here. The first question is, what is an ESC? Define it. AC means alternating current. AC means alternating current. Define it. An electric current undergoing a complete cycle of changes at a fixed intervals is known as an alternating current. Each cycle consists of two halves. During one half cycle, the current is in one direction, and during the other half cycle, it is in the opposite direction. An electric current undergoing a complete cycle of changes at fixed intervals is known as an alternating current, AC. Each cycle consists of two halves. During one half cycle, the current is in one direction, and during the other half cycle, the current is in the opposite direction. AC എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നർത്ഥം. അതിന് ഒരു സൈക്കിളിൽ, ഒരു പീരീഡിൽ രണ്ട് ഹാഫ് സൈക്കിൾ ഉണ്ട്. ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പോൾ ഒരു കണ്ടക്ടറിൽ AC കൊടുത്താൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ട് ഒരു ഡയറക്ഷനിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒഴുകും. അങ്ങനെ ഒഴുകുന്ന വൈദ്യുതിയെ വിളിക്കുന്ന പേരാണ് AC. നമ്മുടെ ഇന്ത്യയിൽ AC ഉപയോഗിക്കുന്ന 50 സൈക്കിൾസ് പെർ സെക്കൻഡ് AC ആണ്. 50 ഹെർട്സ് AC ആണ് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കണ്ടക്ടറിൽ അത് 50 തവണ ഫോർവേഡ് ബാക്ക്വേഡ് പോയിക്കൊണ്ടിരിക്കും. 50 സൈക്കിൾസ് AC means the direction changes 50 times in a second. That's the meaning. AC means alternating current. The current fluctuates after definite intervals. And now comes another question. What is the expression for alternating EMF? Alternating current, EMF. EMF is electromotive force. Alternating EMF is represented by the equation E is E0 sin omega t. You read it as omega, not W, omega t. We write like W. Alternating EMF is represented by the equation E is equal to E0 sin omega t, where E is the instantaneous value of AC EMF, E0 the peak value, maximum value of AC EMF, and omega t is the phase. Alternating EMF represent ചെയ്യുന്ന ഇക്വേഷനാണ് V is equal V0 sin E is equal E0 sin omega t. പല ബുക്കിനകത്ത് പല രീതിയിലാണ്. ചിലതിനകത്ത് V is equal V0 sin omega t എന്ന് പറയും. മറ്റു ചിലതിൽ V is equal VM sin omega t. ഈ VM അല്ലെങ്കിൽ V0 E0 എന്നൊക്കെ പറയുന്നത് മാക്സിമം വാല്യൂ ആണ്. ആ AC മാക്സിമം വാല്യൂ ഉണ്ട്. ഒരു പോസിറ്റീവ് മാക്സിമം ഉണ്ട്, ഒരു നെഗറ്റീവ് മാക്സിമം ഉണ്ട്. ആ മാക്സിമം വാല്യൂനെ വിളിക്കുന്ന പേരാണ് E0 അല്ലെങ്കിൽ EM അല്ലെങ്കിൽ VM എന്നൊക്കെ പറയും. അപ്പോൾ ഇക്വേഷൻ പലതരത്തിൽ പറയാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് E0 സൈൻ ഒമേഗ ടി എന്നുള്ള ഇക്വേഷനാണ്. E വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് EMF. E0 വിളിക്കുന്ന പേരാണ് മാക്സിമം പീക്ക് EMF. ഒമേഗ ടി വിളിക്കുന്ന പേരാണ് ഫേസ്. അതിൽ തന്നെ ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയും ടി ടൈമാണ്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് EMF റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതൊരു ബൈഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷനാണ്. E0 sin ഒമേഗ ടി. E വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് EMF. E0 പീക്ക് വാല്യൂ, ഒമേഗ ടി ഫേസ്. ഇനി കറണ്ടിൻ്റെ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ, ഇപ്പോൾ റെസിസ്റ്റീവ് സർക്യൂട്ട്, റെസിസ്റ്റൻസിൽ കറണ്ട് നമുക്കറിയാം I is E/R or V/R. അപ്പോൾ കറണ്ടിൻ്റെ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ അതിങ്ങനെ എഴുതാം, I is equal to I0 sin omega t. I is equal to I0 sin omega t എന്ന് എഴുതാം. പിന്നെ കറണ്ടിന് വ്യത്യസ്തമായ ഫോമുകളുണ്ട്. ഇപ്പോൾ റെസിസ്റ്റൻസിനകത്ത് ഒരു ഫോം, ഇൻഡക്ടറിനകത്ത് അല്ലെങ്കിൽ കപ്പാസിറ്റിക്കകത്ത് വേറെ ഫോമൊക്കെ ഉണ്ട്. എങ്കിലും കറണ്ട് എഴുതുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സർക്യൂട്ട് ആണെങ്കിൽ I is I0 sin omega t എന്ന് എഴുതാം. I എന്ന് പറഞ്ഞാൽ E/R, ഓംസിൽ അപ്ലൈ ആവുന്നതാണ്.
അപ്പോൾ ഈസിയുടെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി ആണെന്ന് ഓർക്കുക. ദി ഇക്വേഷൻ ഫോർ AC ഈസ് E0 സൈൻ ഒമേഗ ടി. Now we consider another thing, how to produce AC. How to produce AC? AC എങ്ങനെ നിർമ്മിക്കാം? To produce AC, we use an AC generator. It is also called AC dynamo. AC generator is a device to convert the mechanical energy into electrical energy. ആ ജനറേറ്റേഴ്സിൻ്റെ പർപ്പസാണ്. It is based on the principle of electromagnetic induction. Basically, our AC generator consists of a current loop coil rotating in a permanent magnetic field as shown the diagram below. ഒരു AC ജനറേറ്ററിൻ്റെ പടമാണ് നമ്മൾ താഴെ കൊടുക്കുന്നത്. ഡൈനാമോ, ആ ഡൈനാമോയ്ക്കകത്തുള്ളതൊരു മാഗ്നറ്റും കോയിലൊക്കെയാണ്. We can see the diagram of the dynamo generator. This is the diagram, and there is a first figure which is the constructive part of the dynamo. Second is the figure for theory, explaining the theory. So the dynamo consists of a rectangular coil. Usually it is called armature coil, a loop of wire. It is rotated in the field produced by a field magnet, NS. NS is a host magnet. When we rotate the coil due to electromagnetic induction, AC EMF is induced into the coil. Alternating EMF is induced into the coil when we rotate the armature coil. NS is called field magnet. And look here. This is the explanation. In a current loop or coil, we also call it as armature, is rotated about an axis perpendicular to uniform magnetic field of strength B. At any instant when the normal to the coil makes an angle theta, you write a theta symbol. With the direction of the field, the magnetic flux through the coil is given by that we write below. ഇവിടെ ഡൈനാമോയിൽ ഫീൽഡ് മാഗ്നറ്റിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ കോയിൽ അല്ലെങ്കിൽ ലൂപ്പ് ഓഫ് വയർ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഡൈനാമോയുടെ ഫീൽഡ് മാഗ്നറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡ് സ്ട്രെങ്താണ് ബി. ഇത് ഒമേഗ സ്പീഡിൽ കറക്കുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഫ്ലെക്സിൻ്റെ, ആ കോയിൽ ലിങ്ക് ചെയ്യുന്ന ഫ്ലെക്സിൻ്റെ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. Phi is equal to NBA cos theta. Cos theta is shown, theta is shown in the above figure 2. Theta, when the plane of the coil is perpendicular to B, theta is 0. And when it rotates clockwise, theta increases. And theta at any time we can write as omega t. Omega is the angular speed. So look here. The flux linked with the coil, phi is NBA cos theta, theta is omega t. So phi is equal to NAB cos omega t, where we measure the time from the instant when theta is 0. That is when the plane of the coil is perpendicular to the magnetic field. Coil plane, armature plane, field perpendicular വരുമ്പോഴാണ് തീറ്റ 0. ആ സമയം തൊട്ടാണ് നമ്മൾ ഈ ആംഗിൾ തീറ്റ ഒമേഗ ടി അളക്കുക. And you know the Faraday's law of electromagnetic induction for induced EMF E is equal to minus d phi by dt. That you know, the Faraday's law, after incorporating the Lenz's law idea, minus Faraday's law എന്ന് പറഞ്ഞാൽ is minus d phi by dt. Put the value of phi equal to d by dt of NBA cos omega t, and you differentiate cos omega t. NAB is a constant. Cos omega t derivative, you know, minus omega sin omega t. So minus into minus plus is equal to NAB omega sin omega t. NAB omega is a constant that we put as E0, and which is the maximum value of EMF. NAB omega we put as E0. All terms in the expression are constants. A number of tails of the coil, A area with the plane of the coil, B flux density of the magnetic field, magnetic field, omega is the angular frequency.
So NAB omega is a constant value, maximum value of the alternating EMF, and we put as E0. Therefore, instantaneous value of EMF E is equal to E0 sine omega t. Thus, we derive the equation for alternating EMF produced by a dynamo. Here, in this equation, E is called instantaneous value, E0 is the peak value, and omega t is phase, PTSA. And remember, equation for E0 is NAB omega. Again, number of turns of the coil, A, area of the plane of the coil, B, flux density of magnetic field, and omega, the angular frequency, angular velocity, angular frequency. Anyway, you can say omega. And this is the graphical representation of alternating EMF produced by a generator. If E is plotted against time, the graph is a curve as shown, sine curve. It's a sine curve because E is E0 sin omega t. E is taken on the y-axis and omega t, theta, is taken on the x-axis. So that curve is a sine curve. The sine curve is shown in the figure, and we can read the graph. Theta is taken on the x-axis. E is equal to E0, sin omega t is taken on the y-axis. When theta is 0, E is 0. When theta is pi by 2 is not marked in the figure, but when theta is pi by 2, E is maximum, E is 0. When theta is pi, E is 0. When theta is minus pi by, theta is 3 pi by 2, 1.5 pi, E is equal to minus E0. That is marked in the figure. You look, a line drawn downward. Then there is marked minus E0. Minus E0 is equal to negative maximum. Plus E0 is equal to positive maximum. Positive maximum is produced when theta is pi by 2. Negative maximum is produced when theta is 1.5 pi. Again, when theta is equal to 2 pi, we get E equal to 0. In this manner, we can draw the remaining portion of the curve. And this is sine curve. So in the examination, there may be a question like this. Graphically represent AC. AC means alternating EMF or alternating current. Then you can write this is the alternating EMF current, EMF. If current is asked the same curve, you can draw the difference. In the y-axis, you have to write I. അപ്പോൾ എ സിയുടെ ഗ്രാഫിനെ ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അതിന് ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ ഇ എം എഫ് വൈ ആക്സിലും ആംഗിൾ ഓഫ് റൊട്ടേഷൻ തീറ്റ ഒമേഗ ടി എക്സ് ആക്സിൽ എടുത്തിരിക്കുകയാണ്. അപ്പോൾ കറണ്ട് പോസിറ്റീവ് മാക്സിമം നെഗറ്റീവ് മാക്സിമം ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത്തരം കറണ്ടിനെ വിളിക്കുന്ന പേരാണ് എ സി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ്. ഈക്ക് വരെ ഐ വെച്ചും ഇതേ ഗ്രാഫ് തന്നെ വരക്കാം. അപ്പോൾ അതിൻ്റെ ഒരു റെലവൻറ്റ് ക്വസ്റ്റ്യനാണത്, ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഡിസ്ക്രൈബ് ആൻ എ സി ജനറേറ്റർ ടു പ്രൊഡ്യൂസ് ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ്. Graphically represent the ACMF. It is a standard question. The graph is also a frequent question. And that is all with your 25th lecture on class 12 physics. This is AC. In the next class we continue. Thank you very much.